ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെസഹാ തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹവും മംഗളങ്ങളും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരുകയാണ്. നമ്മളിന്ന് വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിലൊക്കെ അപ്പം മുറിക്കുകയും ശുശ്രൂഷകളൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് ഈശോ നമുക്ക് വേണ്ടി നേടിത്തന്ന വലിയ രക്ഷയെ നമ്മൾ കൃത്യമായിട്ട് ഓർക്കണം. വിശുദ്ധ കുർബാനയ്ക്ക് ഒരിക്കലും ഒരു മുടക്കം വരാതെ എല്ലാ ദിവസവും സാധിക്കുന്നിടത്തോളം ബലിയർപ്പിക്കാനുള്ള ഒരു വലിയ കൃപ ലഭിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ ദിവസം പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രത്യേകിച്ച് പൗരോഹിത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോയുടെ നിത്യപൗരോഹിത്യം, രാജകീയ പൗരോഹിത്യത്തിലുള്ള നമുക്ക് ശുശ്രൂഷ പൗരോഹിത്യത്തിലുള്ള വൈദികർക്കൊക്കെ ഈശോ കൊടുത്തിട്ടുണ്ട്. ഈശോ പെസഹായുടെ അന്ന് പുരോഹിതനെ അല്ല, പൗരോഹിത്യം സ്ഥാപിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ആ പൗരോഹിത്യത്തിൻ്റെ ഭാഗമായിരിക്കാൻ, തിരുസഭയോട് ചേർന്ന് ഈശോയെ ആരാധിക്കാൻ, ബലിയർപ്പിക്കാനുള്ള ഒരു കൃപയിലേക്ക് നമ്മളെല്ലാം വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ പൗരോഹിത്യത്തിൻ്റെ തിരുനാളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ശുശ്രൂഷ പൗരോഹിത്യമാവട്ടെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന രാജകീയ പൗരോഹിത്യമാവട്ടെ, അത് തന്ന നിത്യപുരോഹിതനായ ഈശോയെ നന്ദിയോടെ നമ്മൾ ഓർക്കണം. നമ്മൾ വിശുദ്ധ കുർബാനയുടെ വലിയൊരു ഓർമ്മയും കൂടെ കൊണ്ടാടുന്ന ഒരു ദിവസമാണ്. ഈശോ സ്വന്തം ശരീരവും രക്തവും എടുത്ത് വാഴ്ത്തി തന്നിട്ട് ഇനി എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങളിത് ചെയ്യണമെന്ന് പറഞ്ഞ് വലിയ സ്നേഹത്തിൻ്റെ കൂതാശ, ആ ഒരു വലിയ ഓർമ്മ നമുക്ക് തന്നൊരു ദിവസം കൂടെ അല്ലേ. ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ഈശോയുടെ നാമത്തിൽ അന്ന് പെസഹാ തിരുനാളിൽ ഈശോ അർപ്പിച്ചതുപോലെ അനുരഞ്ജിതരായി ഒരു മനസ്സോടുകൂടി കർത്താവിൻ്റെ ബലി അർപ്പിക്കേണ്ട ഒരു ദിവസമാണ്. അതിനെക്കുറിച്ച് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ദിവസം കൂടെയാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഒറ്റ കാര്യം ഒന്ന് ഓർത്തേക്കണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗത്ത് 38, 39, 37, 38 വാക്യങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. ദാനിയേൽ ഒരു സിംഹക്കുഴിയിലാണ്, വിശന്നിരിക്കുകയാണ്. സിംഹവും വിശക്കുന്നു, ദാനിയേലിനും വിശക്കുന്നു. ദാനിയേലിൻ്റെ അടുത്തേക്ക് ഹബക്കുക്ക് പ്രവാചകനെ ദൈവം അയക്കുന്നുണ്ട്, അപ്പവും ഭക്ഷണമൊക്കെ ആയിട്ട്. ഹബക്കുക്ക് പറയുന്നുണ്ട്, ദാനിയേൽ, ദൈവം നിനക്ക് എത്തിച്ചു തന്ന ഈ ഭക്ഷണം കഴിച്ചാലും, ദാനിയേൽ, ദൈവം നിനക്ക് എത്തിച്ചു തന്ന ഈ ഭക്ഷണം കഴിച്ചാലും. ദാനിയേൽ അത് സ്വീകരിച്ചിട്ട് കഴിക്കണതിന് മുമ്പ് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവമേ, അങ്ങനെ ഓർത്തല്ലോ, അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും മറക്കില്ല, തള്ളിക്കളയില്ല എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും ഈ ദിവസങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഈ നോമ്പിൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഈശോ സ്വീകരിക്കുമ്പോൾ എപ്പോഴും ഓർത്തേക്കണം, ഹബക്കുക്ക് പ്രവാചകൻ പറഞ്ഞതുപോലെ ദൈവം നിനക്ക് എത്തിച്ചു തന്ന ഭക്ഷണമാണ്. ദൈവം നിനക്ക് എത്തിച്ചു തന്ന ഭക്ഷണം. ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ, ഈ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ, അത് നാവിലേക്ക്, ഉള്ളിലേക്ക് ഉൾക്കൊള്ളുമ്പോൾ ഓർക്കണം, ദൈവം സ്വർഗം എനിക്ക് എത്തിച്ചു തന്ന ഭക്ഷണമാണ്, അപ്പമാണ്. അത് സ്വീകരിക്കുന്ന കുഞ്ഞൊരപ്പമായിട്ടല്ല, കാറ്റത്ത് പറന്നു പോകുന്ന ഒരു അപ്പമായിട്ടല്ല, എൻ്റെ കൊടുങ്കാറ്റുകളെ മുഴുവൻ ശാന്തമാക്കാൻ പറ്റുന്ന ജീവനുള്ള ദൈവത്തെയാണ് ഞാൻ ഉൾക്കൊള്ളുന്നതെന്ന് സ്വീകരിച്ചുകൊണ്ട് ദാനിയേലിനെ പോലെ പറയണം, അങ്ങനെ ഓർത്തല്ലോ. ഓരോ തവണ വിശുദ്ധ കുർബാന ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴും, ഈശോ ഉള്ളിലേക്ക് വരുമ്പോഴും ഓർക്കണം, എൻ്റെ ഈശോ എന്നെ ഓർക്കുന്നു, എന്നെ ഓർത്തു, എന്നെ സ്നേഹിച്ചു, ഞാൻ ഈശോയെ സ്നേഹിക്കുന്നതുകൊണ്ട് ഈശോ എന്നെ മറക്കില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കണം, ഈശോയെ സ്വീകരിക്കണം. വിശുദ്ധ കുർബാന സ്വീകരിക്കണം. നിന്നെ ഈശോ ഒരിക്കലും മറക്കില്ല. തന്നെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് കൈവിടില്ല. ഈ തിരുനാളിൻ്റെ വലിയ അനുഗ്രഹവും പ്രാർത്ഥനയും നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ്. പരിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിച്ച്, കണ്ട്, വിശ്വസിച്ച് ശക്തിയോടെ മുന്നോട്ട് പോകാൻ തമ്പുരാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എടുത്തു തന്നത് അപ്പവും വീഞ്ഞും അല്ല, എൻ്റെ ശരീരം, എൻ്റെ രക്തം സ്വീകരിക്കുന്നത് ഈശോയാണ്. ആ ബോധ്യത്തിൽ ഉള്ളിൽ ഈശോ ഉണ്ടെന്നുള്ള ആ ശക്തമായ തീരുമാനത്തിൽ, ആ ഉറപ്പിൽ, ധൈര്യത്തോടെ, വലിയ കൃപയോടെ, വലിയ വിശുദ്ധിയോടെ ഈ നോമ്പിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസങ്ങൾ പരിശുദ്ധിയോടെ ജീവിക്കുക. അതിന് ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. രാജകീയ പൗരോഹിത്യത്തിലുള്ള നിങ്ങളെ, ശുശ്രൂഷ പൗരോഹിത്യത്തിലുള്ള അച്ഛൻ നിത്യപുരോഹിതനായ ഈശോയോട് ചേർന്ന് അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.